നമസ്കാരം. ഫെബ്രുവരിയിൽ രാജ്യത്തെ ഇന്ധനവില വലിയ തോതിൽ തന്നെ കുറയും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. പൊതുമേഖലാ എണ്ണ കമ്പനികൾ അവരുടെ മൂന്നാം പാത റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതോടെയാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. അസംസ്കൃത എണ്ണ ഏറ്റെടുക്കുന്നതിനുള്ള ചിലവ് കുറയുമ്പോഴും അവരുടെ അറ്റാദായം 75,000 കോടി കവിയാൻ സാധ്യതയുണ്ട്. പൊതുമേഖലാ ഇന്ധന ചില്ലറ വ്യാപാരികൾ 2022 ഏപ്രിൽ മുതൽ വില കുറച്ചിട്ടേയില്ല. ഈ സാഹചര്യത്തിൽ ലിറ്ററിന് 10 രൂപ വരെ ഇന്ധന വിലയിൽ കുറവ് വന്നേക്കാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. പെട്രോൾ ഡീസൽ വിലയിൽ വലിയ കുറവുണ്ടാകുന്നത് രാജ്യത്തെ പണപ്പെരുപ്പം ശമിപ്പിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇന്ധനങ്ങളുടെ വിൽപ്പനയിൽ ഉയർന്ന വിപണന മാർജിൻ കാരണം 3 എണ്ണ വിപണന കമ്പനികളും 2023-24 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 2 പാദങ്ങളിലും ഗണ്യമായ അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രവണത മൂന്നാം പാദത്തിലും തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്രോൾ ഡീസൽ നിരക്ക് ലിറ്ററിന് 5 രൂപ മുതൽ 10 രൂപ വരെ കുറയ്ക്കുന്നത് എണ്ണ കമ്പനികൾ പരിഗണിച്ചേക്കാം എന്നാണ് വിശദാംശങ്ങളെ കുറിച്ച് പഠിക്കുന്ന നിരീക്ഷകർ നൽകുന്ന സൂചന. എന്തായാലും അന്താരാഷ്ട്ര എണ്ണ വിലയിലെ ചാഞ്ചാട്ടത്തിനിടയിൽ 2022 ഏപ്രിൽ 6-നാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ നിരക്കുകൾ മരവിപ്പിച്ചത്. അതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിർണായക നീക്കം ഉണ്ടായിരുന്നു. അവർ എക്സൈസ് തീരുവ 2 തവണ കുറയ്ക്കുകയും ചെയ്തിരുന്നു. പെട്രോളിന് 13 രൂപയും ഡീസലിന് 16 രൂപയുമാണ് കുറച്ചിരുന്നത്. എങ്കിലും ഇപ്പോഴും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില 100 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും പുതുക്കിയ വില വരുമ്പോൾ ഇത് 100 രൂപയിൽ താഴേക്ക് പോകും. അങ്ങനെ വലിയ ഒരു ഇടിവ് ഇന്ധന വിലയിൽ ഉണ്ടായേക്കാം എന്നുള്ള ശക്തമായ സൂചന തന്നെയാണ് നിലവിൽ ഈ മൂന്നാം പാദ റിപ്പോർട്ടുകൾ നൽകുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കവേ ഈ പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകുന്ന കുത്തനെയുള്ള ഇടിവ് തീർച്ചയായും ഭരണ തുടർച്ചയ്ക്ക് BJP സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.